ഒരു കുട്ടി പോലും ഇപ്പോൾ വിളിക്കുന്നില്ല. അവരും ഭയന്ന് കാണും. സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം. ക്രൂരമായ റാഗിങ്ങിനിരയായ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്ന് 1 വർഷം. SFI പ്രവർത്തകരടക്കം 18 പേർ പ്രതികളായ കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ പലതവണയും ശ്രമം നടന്നിരുന്നു. പ്രതികൾക്ക് പഠനം തുടരാനുള്ള ഇടപെടൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞതാണ് കേസിൽ ഒടുവിൽ നടന്നത്. സിദ്ധാർത്ഥൻ നേരിട്ട പൈശാചിക റാഗിംഗ് അവസാനത്തേതാകട്ടെ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ച ആ അച്ഛനും അമ്മയ്ക്കും ഈ വർഷം വീണ്ടും നിരവധി റാഗിംഗ് സംഭവങ്ങളുടെ വാർത്തകൾ കേൾക്കേണ്ടി വന്നു. മകൻ മരിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും സർക്കാരിൽ നിന്ന് നീതി കിട്ടിയില്ലെന്നും ഇനി ഒരേ ഒരു പ്രതീക്ഷ കോടതി മാത്രമാണെന്നും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറയുന്നു. സിദ്ധാർത്ഥന്റെ മരണം കഴിഞ്ഞ് 1 വർഷം പോലും തികയും മുമ്പ് പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ എത്താനുള്ള ധൈര്യം എവിടെ നിന്നുണ്ടായെന്ന് ചിന്തിക്കേണ്ടതാണെന്ന് സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞു. സംഭവം നടന്നയുടൻ വിളിച്ച വിദ്യാർത്ഥികൾ പോലും ഇപ്പോൾ തങ്ങളെ ബന്ധപ്പെടുന്നില്ല. ഒരുപക്ഷെ അവരും ഭയന്നിട്ടുണ്ടാകാമെന്നും ഷീബ കൂട്ടിച്ചേർത്തു. കോട്ടയത്തെ ക്രൂരമായ റാഗിങ്ങിനെ കുറിച്ച് വന്ന വാർത്തകൾ തങ്ങളെ വേദനിപ്പിച്ചെന്നും സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞു. 2024 ഫെബ്രുവരി 18-നാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോസ്റ്റലിലെ ശുചിമുറിയിലായിരുന്നു മൃതദേഹം കണ്ടത്. ആത്മഹത്യയെന്ന് വരുത്താൻ പോലീസ് ധൃതിപ്പെട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു. മരിച്ച സിദ്ധാർത്ഥന്റെ ദേഹത്ത് കണ്ട മുറിവുകളും കോളേജ് അധികൃതരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പരാതി നൽകുന്നതിലെത്തിച്ചു. കോളേജിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കോളേജിൽ വെച്ച് ആംബുലൻസിലേക്ക് ഒരാൾ എറിഞ്ഞ കടലാസും അതിലൂടെ പുറത്തുവന്ന വിവരങ്ങളുമാണ് അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥൻ ഇരയായെന്ന വിവരം വീട്ടുകാർ അറിയാനിടയാക്കിയത്.